मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്റെ കളി എന്താണ് ഇപ്പൊ നീ കണ്ടോ? എന്നാ ഈ കളിയും കൂടെ ഇപ്പൊ കണ്ടോ? അളിയോ, നീ കളിക്കുന്നത് ക്യാരം ബോർഡാ, അല്ലാതെ ഡിസ്ട്രോ അല്ല. പക്ഷെ ഞാൻ നിന്റെ വികൃതിത്തരം കുറച്ചായിട്ട് കൂടിക്കൊണ്ട് വരികയാണ്. എന്റെ മുഴുവൻ ഷോപ്പിംഗ് ലിസ്റ്റും ഇതാ നശിച്ചിരിക്കുക. സോറി. ഇന്ന് ഷോപ്പിംഗിന് നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും കൊണ്ടുപോയില്ല. പ്ലീസ് മാഡം, അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ശരി, ആദ്യം നിങ്ങളുടെ ഈ നാടകം ഒന്ന് മതിയാക്ക്. എന്നിട്ട് വേഗം പോകാൻ തയ്യാറായിക്കോ. പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ ആരും ഒരു വികൃതിയും കാണിച്ചേക്കരുത്. മനസ്സിലായല്ലോ? മോളിന്റെ അകത്ത് പെറ്റ്സിന് പോകാൻ അനുമതിയില്ല. അതുകൊണ്ട് നിങ്ങൾ അകത്ത് പോകാൻ സമ്മതിക്കില്ല. സർദാർ, നീ എല്ലാവരെയും സൂക്ഷിച്ചു നോക്കിക്കോളേ. ഞാൻ പോയിട്ട് ഉടൻ തന്നെ തിരിച്ചു വന്നേക്കാം. കൊള്ളാലോ. എന്റെ അമ്മച്ചി. നീ എന്താ രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഒന്ന് അനങ്ങി ജോലി ചെയ്യടേ. ഒന്ന് നന്നായിട്ട് ആട്ടി വിടടേ. രക്ഷിക്കണേ കൊച്ചളിയാ, രക്ഷിക്കണേ. രക്ഷിക്കണേ. അതിശയം, ഇന്ന് മാഡം ഒരുപാട് നേരത്തെ എത്തിയല്ലോ. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ? കള്ളൻ കള്ളൻ കള്ളൻ. കൊച്ചളിയ, നിന്നോടൊന്നും ഞാൻ ഇനി ഒരിക്കലും സംസാരിക്കില്ല. കള്ളനും പോലീസും കളിച്ചിട്ട് അതിനെ കുറിച്ച് എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല.
എടാ കഴുതേ, ആ കള്ളൻ മേഡത്തിന്റെ പേഴ്സ് എടുത്തോണ്ട് പോയി. ഞങ്ങള് കള്ളനും പോലീസും കളിച്ചല്ല. കഴുത നീയാടാ. കള്ളനെന്ന് വിളിച്ചോണ്ടിരുന്നാ മതിയോ? പോയി പിടിക്ക്. ഒന്ന് നിക്ക്, എന്നെയും കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നിൽക്ക്, നിൽക്കാൻ, നിൽക്കാൻ. വേഗം കള്ളന്റെ പുറകെ പോ. കൊച്ചളിയ, ഡാ, ഞങ്ങളുടെ മേഡത്തിന്റെ പേഴ്സ് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പോലീസിൽ പിടിച്ചു കൊടുക്കും. ഏത് പേഴ്സ്? ഇത് എന്റെ ഭാര്യയുടേതാണ്. വിടെ. കള്ളം പറയാ നീ. പേഴ്സ് ഭാര്യയുടേതാണെങ്കിൽ അത് അവരുടെ കയ്യിലല്ലേ ഇരിക്കണ്ടേ? നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല. ഇതെല്ലാം ഈ പൂച്ചകളുടെ പണിയാ. അത് ശരി, പൂച്ചയായ നിനക്ക് പുലിയുടെ പേഴ്സ് തന്നെ വേണോ അല്ലേ? കൊച്ചളിയ, അതാ പോകുന്നു കള്ളൻ. എന്തായാലും ഇന്നത്തെ ദിവസം കൊള്ളാം. ഈ പേഴ്സിലെ പണം മുഴുവനും എന്റെ പേഴ്സിലേക്ക് മാറ്റാം. ഇതിനു വേണ്ടിയാണോ ഇത്രയും ഓടിയത്? ഇതിനകത്ത് ചില്ലി കാശ് പോലുമില്ല. ഇതെല്ലാം പോരാഞ്ഞിട്ട് അവന്മാരെന്നെ ഓടിക്കുകയും ചെയ്തു. യവന്മാർക്കിട്ടൊരു പണി കൊടുത്തേക്കാം. ബാഗ് കിട്ടി. കള്ളൻ, 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 കള്ളൻ. ലേഡീസിന്റെ പേഴ്സ് അടിച്ച് മാറ്റാണോ? സാറേ, എന്റെ പേഴ്സ് മോഷ്ടിച്ചത് ഇവന്മാരാണ്. ഇന്നലെ വരെ നിങ്ങൾ കള്ളന്മാരെ പിടിച്ചു തരുന്നവരായിരുന്നു. ഇന്ന് നിങ്ങൾ തന്നെ കള്ളന്മാരായി മാറിയിരിക്കുകയാണോ? അല്ല സാർ, ഈ പേഴ്സ് ഞങ്ങളല്ല മോഷ്ടിച്ചത്. കുറച്ചു നേരത്തിന് മുമ്പേ എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ നോക്കിയതാ. ഭാഗ്യം എന്റെ ഭാര്യ വന്നത് കൊണ്ട് അത് നടന്നില്ല. എന്നാൽ സാർ എനിക്കിതൊന്നും കേൾക്കണ്ട. പേഴ്സ് നിന്റെ കയ്യിൽ തന്നെയുണ്ട്. ഇത് അയാളുടെ പേഴ്സാണ്. അതുകൊണ്ടാണ് അയാൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് പുറകെ ഓടി വന്നത്. എല്ലാ എവിഡൻസും നിങ്ങൾക്കെതിരായിട്ടാണ് ഉള്ളത്. ഇൻസ്പെക്ടർ, നിങ്ങൾ ആദ്യം ഈ കള്ളനെ ഒന്ന് പിടിക്കൂ. കള്ളൻ ഇയാളല്ല, നിങ്ങളുടെ ഹണിയും പണിയുമാണ്. സാറേ, ഇപ്പോഴാ വയർലെസ്സിൽ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ കോളറുള്ള ഷർട്ട് ധരിച്ചിരിക്കുന്ന ഒരാൾ ഈ ഏരിയയിൽ ഒരു റെഡ് കളറിലുള്ള പേഴ്സ് മോഷ്ടിച്ചിരിക്കുകയാണ്. പിടിക്കൂ, അവൻ നമ്മുടെ ഏരിയ വിട്ട് പുറത്തേക്കെങ്ങും പോകരുത്. കള്ളൻ
പിടിക്കാവനെ. ആ. കള്ളനെ പിടിക്കുകയാണോ അതോ എന്നെ ചവിട്ടി മെതിക്കുകയാണോ? ഞാൻ ഷോട്ട് പുട്ടില് പണ്ടേ ചാമ്പ്യനാണ്. സോറി, ഞാൻ അറിയാതെ ഒരു വലിയ മിസ്റ്റേക്ക് സംഭവിച്ചു പോയി. എന്ത് മിസ്റ്റേക്കാ? നിങ്ങളെയൊക്കെ കള്ളനെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ ഞങ്ങള് കള്ളനല്ലല്ലേ? ഇല്ല. പിന്നെന്തിനാ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നത്? അത് പിന്നെ ആദ്യം ഞാൻ കരുതിയത് നിങ്ങളാണ് കള്ളനെന്നാ. എന്തിനാ അങ്ങനെ കരുതിയത്? ഇവൻ എവിടെയെങ്കിലും ദൂരേക്ക് കൊണ്ടുപോവോ? എന്നാ ഞാൻ ദൂരത്തേക്ക് പോയി. എന്നാ ഇപ്പൊ പറയ്, ഞങ്ങളൊക്കെ കള്ളന്മാരല്ലാന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാ തോന്നാത്തെ? കാട്കർ മാഡം, നിങ്ങൾക്കൊരു സല്യൂട്ട് ഉണ്ട്. ഈ ഹണിയോടൊപ്പം എനിക്ക് 2 മിനിറ്റ് ചെലവഴിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇത്രയും വർഷം വരെ എങ്ങനെയാ നിങ്ങൾ സഹിച്ചത്? ഈഷ്